പ്രിയമുള്ളവരെ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുവാൻ സാധ്യതയുള്ള നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലൊന്നാണ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മഞ്ചേശ്വരം നിയമസഭാ നിയോജക മണ്ഡലം. പ്രത്യേകിച്ചും കർണാടകയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളോട് സാമ്യമുള്ള സംഘപരിവാര രാഷ്ട്രീയത്തിന് സ്വാധീനമുള്ള ഒരു നിയമസഭാ നിയോജക മണ്ഡലമാണ് ഇത് എന്ന ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുവാൻ സാധ്യതയുള്ള രണ്ട് സംഭവവികാസങ്ങൾ ഈ അടുത്ത ദിവസങ്ങൾ നടന്നിട്ടുണ്ട്. അതൊന്ന്, AP വിഭാഗത്തിൻ്റെ സമുന്നതനായ നേതാവ് AP അബൂബക്കർ മുസ്ലിയാർ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു എന്നതുമായി ബന്ധപ്പെട്ടതാണ്. തുടർന്ന് പ്രധാനമന്ത്രി AP അബൂബക്കർ മുസ്ലിയാരുടെ ആസ്ഥാനമായ മർക്കസ് സന്ദർശിക്കും എന്ന ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതായത് ഒരുപക്ഷെ AP വിഭാഗത്തിൻ്റെ ഒരു വോട്ട് ബാങ്ക് BJPക്ക് അനുകൂലമായി തിരിഞ്ഞേക്കാമോ എന്നൊരു സംശയം അവിടെ മുസ്ലിം ലീഗ് പ്രകടിപ്പിക്കുന്നുണ്ട്, UDF പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം. കാരണം നമുക്കറിയാവുന്നതുപോലെ തൊട്ടടുത്ത് കിടക്കുന്ന കർണാടകയിൽ AP വിഭാഗവും BJPയും തമ്മിൽ വളരെ ശക്തമായ ഒരു ബന്ധമുണ്ട്. മിക്കപ്പോഴും BJP അധികാരത്തിൽ വരുമ്പോൾ വഖഫ് ബോർഡുകളുടെ ഒക്കെ നിയന്ത്രണം AP വിഭാഗത്തിനാണ് ലഭിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. മഞ്ചേശ്വരത്ത് AP വിഭാഗത്തിന് ശക്തമായ വോട്ട് ബാങ്കുണ്ട്. ആ അവസരത്തിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രിയും അബൂബക്കർ മുസ്ലിയാരും ഒക്കെ തമ്മിലുള്ള കൂടിക്കാഴ്ച BJPക്ക് അനുകൂലമായ ആ വിഭാഗത്തിൻ്റെ വോട്ടുകൾ തിരിക്കുമോ എന്ന ഭയം UDFനെ സംബന്ധിച്ചുണ്ട് എന്ന് തന്നെയാണ് ആ മണ്ഡലത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വിശകലനം. മറ്റൊന്നും SDPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 7000-ഓളം വോട്ടുകൾ ആ മണ്ഡലത്തിന് കീഴിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് സമാഹരിക്കുവാൻ SDPക്ക് കഴിഞ്ഞിട്ടായിരുന്നു. പ്രത്യേകിച്ചും SDP ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തും എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ആ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിൻ്റെ UDFൻ്റെ സ്ഥാനാർത്ഥി KNM അഷറഫിൻ്റെ അതേ പേരിലുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന ഒരു നിഗമനം കൂടി, ഒരു യാഥാർത്ഥ്യം കൂടി പുറത്തു വരികയാണ്. അതായത് അങ്ങനെയാണെങ്കിൽ ലീഗിനെ തോൽപ്പിക്കുക എന്ന ഒരു തന്ത്രം SDP അവിടെ പ്രായോഗികമാക്കുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുരേന്ദ്രനെ സംബന്ധിച്ച് സാധ്യതകൾ ഉണ്ട് എന്നു തന്നെയാണ് വിശകലനങ്ങളൊക്കെ വരുന്നത്. പ്രത്യേകിച്ചും SDP നേതാക്കന്മാരുടെയൊക്കെ പേരിൽ ഒരുപാട് കേസുകളുണ്ട്. പ്രത്യേകിച്ചും കേന്ദ്ര അന്വേഷണ ഏജൻസിയൊക്കെ ആ നേതാക്കന്മാരെ വേട്ടയാടുന്നുണ്ട് എന്നൊരു സന്ദർഭത്തിൽ ഒരുപക്ഷേ SDPI BJP ഒരു അന്തർധാര ആ മണ്ഡലത്തിൽ ഉണ്ടായേക്കാം എന്ന് മുസ്ലിം ലീഗ് ഭയപ്പെടുന്നുണ്ട്. ലീഗ് അതിനെ പ്രതിരോധിക്കുവാനുള്ള, കോൺഗ്രസും ലീഗും അതിനെ പ്രതിരോധിക്കാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പ്രത്യേകിച്ചും SDPയെ സംബന്ധിച്ച് ഒരുപക്ഷെ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അവരുടെ പിന്നോട്ടുള്ള അല്ലെങ്കിൽ അതിനുശേഷമുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഇത് സ്വാധീനിക്കും. അവരുടെ അണികളൊക്കെ വികാര വിക്ഷോഭകരാകാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ SDP ഒരുപക്ഷെ അവിടെ നിന്ന് സ്ഥാനാർത്ഥികളെ പിൻവലിക്കുവാനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരൂപകന്മാരൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ ആ മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ സുരേന്ദ്രൻ മത്സരിക്കുമ്പോഴൊക്കെ അവിടെ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റം അല്ലെങ്കിൽ BJP വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നതായി കാണുന്നുണ്ട്. ചുണ്ടിനും കപ്പിനും ഇടയിൽ BJPക്കും സുരേന്ദ്രനും അവിടെ വിജയം നഷ്ടമാകുന്നു എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. മറ്റുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ വലിയ അന്തരത്തിൽ BJP പരാജയപ്പെടുന്നുണ്ടെങ്കിൽ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുമ്പോൾ വലിയ മത്സരം നടത്തുവാൻ സുരേന്ദ്രന് കഴിയുന്നുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 855 വോട്ടുകൾക്ക് മാത്രമാണ് AKM അഷറഫിനോട് മഞ്ചേശ്വരം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്ന് സുരേന്ദ്രൻ പരാജയപ്പെടുന്നത്. സുരേന്ദ്രൻ എന്നു പേരുള്ള മറ്റൊരു അപരൻ 197 വോട്ടുകൾ പിടിച്ചിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതും സുരേന്ദ്രനുള്ള വോട്ടാണ്. കാരണം നമുക്കറിയാം, ഈ ആകെ കൺഫ്യൂഷനായ ആളുകൾ സുരേന്ദ്രൻ എന്നുള്ള 2 പേര് കാണുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു പേരിൽ വോട്ടിടുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ തന്നെ ആ രാഷ്ട്രീയത്തിൽ, ആ മണ്ഡലത്തിലെ ഒരു രാഷ്ട്രീയ ചിത്രം നമുക്ക് വ്യക്തമാകുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതുപോലെ ഏത് പ്രാവശ്യം 2016 സുരേന്ദ്രൻ മത്സരിക്കുമ്പോഴും അബ്ദുൾ റസാഖിനെതിരെ വെറും 85 വോട്ടുകൾക്കാണ് പരാജയപ്പെടുന്നത്. 2016 സുരേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമ നടപടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. എങ്കിലും അവസാനം കോടതി റസാഖിനെ വിജയിയായി പ്രഖ്യാപിക്കുന്ന ഒരു രീതിയാണ് കോടതി സ്വീകരിച്ചത്. പക്ഷേ അബ്ദുൾ റസാഖ് മരണപ്പെട്ടതിനെ തുടർന്നുള്ള ഉപതെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ അവിടെ മത്സരിക്കുന്നില്ല. 2019 സുരേന്ദ്രൻ അവിടെ മത്സരിക്കുന്നില്ല. ഒരുപക്ഷെ ആ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ചിരുന്നുവെങ്കിൽ സുരേന്ദ്രന് സാധ്യതയുണ്ടായിരുന്നു. കാരണം 2016 വെറും 85 വോട്ടുകൾക്ക് റസാഖിനോട് പരാജയപ്പെട്ട സുരേന്ദ്രൻ 2019 അബ്ദുൾ റസാഖ് മരണപ്പെട്ടതിനെ തുടർന്നുള്ള ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിക്കുന്നില്ല. അദ്ദേഹം മത്സരിക്കുവാൻ തിരഞ്ഞെടുക്കുന്നത് കോന്നിയാണ്. കാരണം അതിനു മുമ്പ് 2019 നടന്ന പത്തനംതിട്ട ലോക്സഭാ ഇലക്ഷനിൽ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ നിന്ന് മത്സരിച്ചിരുന്നു. അവിടെ അദ്ദേഹത്തിന് കോന്നി നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്ന് വലിയ രീതിയിൽ വോട്ട് സമാഹരിക്കുവാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം ആ ഒരു
രീതി സ്വപ്നം കണ്ടുകൊണ്ട് കോന്നിയിൽ നിന്ന് വിജയിക്കാം എന്ന് വിചാരിച്ച് 2019 ബൈ ഇലക്ഷനിൽ കോന്നിയിൽ നിന്നാണ് മത്സരിക്കുന്നത്. പക്ഷേ കോന്നിയിൽ അദ്ദേഹം പരാജയപ്പെടുന്നു എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. 2011 സുരേന്ദ്രൻ വെറും 5000 വോട്ടുകൾക്കാണ് PB അബ്ദുൾ റസാഖിനോട് പരാജയപ്പെടുന്നത് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതായത് സുരേന്ദ്രൻ മത്സരിച്ച 3 ഇലക്ഷനുകളിലും വളരെ നെക്ക് ടു നെക്ക് പോരാട്ടം സുരേന്ദ്രന് അവിടെ നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം ആയി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ 2026 സ്ഥാനാർത്ഥിയായി വരുമ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടുതൽ അനുകൂലമാണ് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ KNM അഷറഫ് അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ ജനകീയനാണ് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന് ഇലക്ഷനിൽ കെട്ടിവയ്ക്കുവാനുള്ള തുക നൽകിയത് അവിടെ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ട അർജുൻ എന്ന് പറയുന്ന ആളുടെ കുടുംബമാണ്. അപ്പോൾ ആ സാമൂഹിക കാര്യങ്ങളിലും ദുരന്തങ്ങളിലുമൊക്കെ വളരെ ക്രിയാത്മകമായി തന്നെ അഷ്റഫ് ഇടപെട്ടു എന്നതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിൽ അഷ്റഫിൻ്റെ ജനകീയത അത് ഏത് രാഷ്ട്രീയ അട്ടിമറികളെയും രാഷ്ട്രീയ സഖ്യങ്ങളെയും SDP AP വിഭാഗം സുന്നികളൊക്കെയും BJPക്ക് അനുകൂലമായി ചിന്തിച്ചാൽ പോലും അതിന് ഒക്കെയും അതിജീവിച്ച് KNM അഷ്റഫിൻ്റെ ഒരു ജനകീയത വിജയിപ്പിക്കും എന്ന വിലയിരുത്തലാണ് UDFും മുസ്ലിം ലീഗും ഉള്ളത് എന്നതാണ് ഈ മണ്ഡലത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രത്യേകിച്ചും SDPയെ സംബന്ധിച്ച് SDPയെ പ്രകോപിതരാക്കുന്നത് ചില കാരണങ്ങളാണ്. പ്രത്യേകിച്ചും RSSനോടും BJPയോടുമുള്ള അതേ നിലപാട് തന്നെ SDPയോടും സ്വീകരിക്കണം എന്ന UDF നിലപാട്. പ്രത്യേകിച്ചും SDPയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ SDPയെ പിന്തുണ പ്രഖ്യാപിച്ച് UDF അധികാരത്തിലെത്തിയ എല്ലാ പഞ്ചായത്തുകളിലും നിന്നും UDF പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് രാജിവെക്കണമെന്ന നിർദ്ദേശം പ്രതിപക്ഷ നേതാവ് PD സതീശനും ലീഗ് നേതൃത്വവും ഒക്കെ നൽകിയിരുന്നു. അതിൽ SDP നേതാക്കന്മാർ പ്രകോപിതരാണ് എന്ന രീതിയിലുള്ള ചില വിശകലനങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതാണ് ഒരു പക്ഷേ SDP പഞ്ചേശ്വരം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ലീഗിനെതിരെ സ്ഥാനാർത്ഥി നിർത്തി ലീഗിനെ തോൽപ്പിക്കുവാനുള്ള കാരണമായത് എന്നൊക്കെ വിശകലനം ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് SDP ഭാഗത്തുനിന്ന് വരുന്ന ഒരു വിശദീകരണം എന്ന് പറഞ്ഞാൽ SDP കൂടി പിന്തുണയോടുകൂടിയാണ് അഷ്റഫ് വിജയിച്ചത്. പക്ഷേ SDP അവഹേളിക്കുന്ന തരത്തിലുള്ള ചില നീക്കങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയത് എന്ന രീതിയിൽ SDP നേതാക്കന്മാരും വിശകലനം നൽകുകയാണ്. എന്തായാലും മഞ്ചേശ്വരത്തെ സംബന്ധിച്ച് SDP നിർണായകമായ ഒരു ഘടകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 7000-ഓളം വോട്ടുകൾ അവർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സമാഹരിച്ചിരുന്നു. പക്ഷേ AKM അഷ്റഫിൻ്റെ ജനകീയത അദ്ദേഹം ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ജനകീയനായ MLA ആണ് എന്ന ഒരു കാരണം കൊണ്ട് തന്നെ ഇത്തരം കൂട്ടുകെട്ടുകളൊക്കെ അതിജീവിച്ച് UDFന് ആ മണ്ഡലത്തിൽ വിജയിച്ചു വരുവാൻ കഴിയും എന്ന രാഷ്ട്രീയ നിഗമനം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും UDF നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും കാലാകാലങ്ങളായി അവിടെ LDF അനുവർത്തിച്ചു വരുന്നൊരു നയമുണ്ട്. BJP വിജയിക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഒരു വിഭാഗം LDF വോട്ടുകൾ UDFന് അനുകൂലമായി വിയോഗിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ ചുറ്റുപാട് മഞ്ചേശ്വരത്തുണ്ട്. പക്ഷേ ഈ ഇലക്ഷനിൽ ഓരോ സീറ്റും നിർണായകമാണ്. മൂന്നാമതൊരു പ്രാവശ്യം കൂടി LDF അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നീക്കം LDFിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. എന്തായാലും രാഷ്ട്രീയ ചിത്രം അവ്യക്തമാണ് ഇപ്പോഴും മഞ്ചേശ്വരത്തിൻ്റെ കാര്യത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.